ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ പൊരിയാണേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീൻ മത്തിയാണ്. ഇത് മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാന്താരി മുളകും പച്ചക്കുരുമുളകുമാണ്. ഇത് കാന്താരി മുളകും പച്ചക്കുരുമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഇടേണ്ട പൊടികൾ നോക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് കൂടി ചേർത്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതിലേക്ക് അല്പം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം അല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാന്താരി മുളകും പച്ചക്കുരുമുളകാണ് ഇതിലത്തെ മെയിനായിട്ടുള്ള ഐറ്റം. സാധാരണ മീൻ പൊരി ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടി കൂടി ചേർക്കാറുണ്ട്. പക്ഷേ ഈ റെസിപ്പിയിൽ മുളക് പൊടി ഒഴിവാക്കിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കാന്താരി മുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് നിൽക്കുക. അപ്പോൾ ആ മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തിരിച്ച് വെച്ച് ഇരു സൈഡുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഒരു പാത്രം വെക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്ന മീൻ പൊരിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുമ്പോഴാണ്. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലേക്കൊരു വാഴയില വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഈ വാഴയിലയുടെയും കറിവേപ്പിൻ്റെയും ഒക്കെ ടേസ്റ്റ് ആ മീനിലേക്ക് നന്നായിട്ട് പിടിക്കും. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമുക്ക് ഇതൊരു സൈഡ് നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒന്ന് മീൻ പൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇതൊരുപാടങ്ങ് പൊരിയണ്ട, കുറച്ചൊന്ന് പൊള്ളിച്ച പോലെ ആയാൽ മതി. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് കൂടി ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതൊരുപാടങ്ങ് പൊരിയാൻ വരെ വെയിറ്റ് ചെയ്യണ്ട. ഒരുപാടങ്ങ് ആവുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഏകദേശമായി വരുന്നുണ്ട്. നല്ല മണം തന്നെയാണ്. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.